Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون صدق الله العلي العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, സൃഷ്ടികർത്താവായ തമ്പുരാന്റെ വ്യവസ്ഥക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ടു പോകണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമുർ റാഹിമീനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യുവതയുടെ ആദർശവൽക്കരണം അഥവാ യൗവനത്തെ ഇസ്ലാമീകരിക്കുക എന്ന സന്ദേശമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. നമ്മുടെ കാലഘട്ടത്തിൽ അപായകരമായ രീതിയിൽ യുവാക്കൾ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അധർമ്മങ്ങളിലും വേണ്ടാത്തരങ്ങളിലും പുണ്യം പോലെ പാപം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നു. തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും ചൂഷണങ്ങളിലും മോഷണങ്ങളിലും എന്നുവേണ്ട എല്ലാ വൃത്തികേടുകളിലും, അത് ബാങ്ക് കൊള്ളയായാലും തീവ്രവാദപരമായ പ്രവർത്തനങ്ങളിലായാലും കള്ളനോട്ടടി സംഘത്തിലായാലും പെൺവാണിഭങ്ങളിലായാലും ഒക്കെ എല്ലാ അർത്ഥത്തിലും തെറ്റായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവസമൂഹത്തെ നമ്മൾ കാണുകയാണ്. ക്രിമിനലൈസേഷനാണ്, ക്രിമിനൽ വൽക്കരണമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈംഗിക സദാചാര മേഖലയിൽ
പറയേണ്ടതില്ല, എല്ലാ പിടുത്തവും വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഗതികളൊന്നും പരത്തി പറയാതെ തന്നെ പ്രബുദ്ധമായ ഈ സദസ്സിന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവും. കുറച്ചു മുമ്പ് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായ ഒരു ആഴ്ചപ്പതിപ്പ് നടത്തിയ സർവേയിൽ ഒരു മാതാവ് ഞെട്ടലോടുകൂടി വെളിപ്പെടുത്തിയ ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ അത് ഞെട്ടലുണ്ടാക്കുന്നില്ല. അവർ പറഞ്ഞത്, ഗൾഫിലാണ് ഭർത്താവ്, വീട്ടിലൊറ്റക്കാണ് മകനും അമ്മയും. സുന്ദരിയായ അമ്മയെ നോക്കി ഒരിക്കൽ യുവാവായ മകൻ മധ്യവയസ്കയായ അമ്മയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് പ്രയാസം, എന്താ നമുക്കിടയിൽ തടസ്സമുള്ളത് എന്ന് ചോദിച്ചു എന്നാണ് ആ അമ്മ വെളിപ്പെടുത്തിയത്. സ്വന്തം ഗർഭപാത്രത്തിന്റെ ഉടമസ്ഥയോട് തന്നെ, സ്വന്തം ഉമ്മയോട് തന്നെ ഇങ്ങനെ പറയാൻ ലജ്ജയില്ലാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇതിനേക്കാളൊക്കെ നമ്മെ അലോസരപ്പെടുത്തുന്ന വാർത്തകൾ ദിനംപ്രതിയെന്തോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കേണ്ടതില്ല. ഇനി ആരും അങ്ങനെ വിശദീകരണങ്ങൾ നൽകുക എന്ന ശൈലി തന്നെ ഒഴിവാക്കപ്പെടണം എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം അത്തരം വാർത്തകളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളും വിവരണങ്ങളും പോലും ഒരുപക്ഷെ നമ്മുടെ തലമുറയെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ദൃശ്യ സംവിധാനങ്ങൾ ഇത്തരം വാർത്തകൾ പുറത്തുവിടുകയും ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരികയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രീതികൾ പരിശോധിക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് അതിന്റെ വിവരണമൊക്കെ. അപ്പോൾ ഒരു വൃത്തികേടിന്റെ വാർത്ത അല്ലെങ്കിൽ ഒരു അധർമ്മത്തിന്റെ ഒരു വാർത്ത കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ വായനക്കാരന്റെ ഉള്ളിൽ അതിനോടൊരു താൽപര്യം തോന്നുകയും എന്നാൽ അതൊന്നിങ്ങനെ പരീക്ഷിച്ചു കളയാമല്ലോ എന്ന് പുതിയ രീതികൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന വൃത്തികേടുകളുടെ ഗൈഡുകളായി നമ്മുടെ പത്രമാധ്യമങ്ങളും കോളങ്ങളും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അശ്ലീലം ഇപ്പോൾ വരുന്നത് കോട്ടയത്ത് നിന്ന് മാത്രമല്ല. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ചില പ്രസിദ്ധീകരണങ്ങളിൽ മുമ്പ് വന്നിരുന്ന നോവലുകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള സംഭവ വിവരണങ്ങളാണ് പലപ്പോഴും പത്രമാധ്യമങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൗമാരക്കാരായ കുട്ടികളും ചെറുപ്പക്കാരും ഇത്തരമൊരു സംഗതി വായിച്ച് ആസ്വദിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലും വളരെ കൃത്യമായ അജണ്ടകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക മോഹങ്ങൾ പ്രവർത്തിക്കുന്നു. പത്രങ്ങൾക്ക് ഭൗതികമായും സാമ്പത്തികമായും വമ്പിച്ച ലാഭമുണ്ടാക്കാൻ വേണ്ടി, അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരം മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കേണ്ടതുണ്ട് വിശ്വാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം വേദഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനു. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനു. വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ വൃത്തികേടുകളും അശ്ലീലങ്ങളും പ്രചരിപ്പിക്കുന്നത് കൗതുകമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ലാഹു പറയുകയാണ്, പത്രങ്ങളാകാം, പ്രസിദ്ധീകരണങ്ങളാകാം, ചാനലുകളാകാം, എന്തുമാകാം, അല്ലാഹു പറയുന്നു, ലഹും അദാബുൻ അലീമുൻ, അവർക്ക് നോവുന്ന വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്, ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും മരണാനന്തരവും, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആദർശബോധമുള്ള, സദാചാരത്തെയും
ധാർമ്മിക മൂല്യങ്ങളെയും കുറിച്ചുള്ള സുശക്തമായ പൈതൃകവും പാരമ്പര്യങ്ങളുമുള്ള മതസമൂഹങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ അശ്ലീലങ്ങളുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും വരുമ്പോൾ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെയൊക്കെ സംഭാഷണ ശകലങ്ങളിൽ പോലും ഒരു വൃത്തികെട്ട വാർത്ത കേൾക്കുമ്പോൾ, ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വിശദീകരിച്ചും ആംഗ്യം കാണിച്ചും അശ്ലീല സൂചകങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ അതിൽ രസിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലും അത് വിശദീകരിച്ചുകൂടാ. അത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, പറയാൻ കൊള്ളാത്ത വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കൗമാരക്കാരിലും നമ്മുടെ യുവതലമുറകളിലും. അവരന്തിയിറങ്ങുന്ന ഹോസ്റ്റലുകളിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലും എന്നല്ല, ദേവാലയങ്ങളുടെ ദൈവിക വിശുദ്ധിയുടെ പരിപൂർണമായ പ്രതീകങ്ങളായിട്ട് വിശദീകരിക്കപ്പെടുന്ന ദേവാലയങ്ങളുടെ അരമനകളിൽ പോലും എന്താണ് പലപ്പോഴും ആത്മീയ പുരുഷന്മാരും ആത്മീയ വനിതകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ പത്രം വായിക്കുന്ന ആളുകളോട് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. നമ്മുടെ വിഷയം അതല്ല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൗമാരക്കാരും ചെറുപ്പക്കാരും യുവാക്കളും എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആന്തരികമായ കരുത്ത് ചോർന്നു പോകുന്ന ഒരു തലമുറയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ മർമ്മം. ആന്തരികമായ കരുത്ത്, ബാഹ്യമായ ശക്തിയെക്കുറിച്ച് മാത്രമാണ്, പുറമോടിയെക്കുറിച്ച് മാത്രമാണ്, ബാഹ്യമായ സൗന്ദര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും ബോധവാന്മാരാകുന്നത്. ആന്തരികമായ കരുത്ത് ചോർന്നു പോവുകയാണ്. ആന്തരികമായ ശക്തി എന്തിൽ നിന്നാണ് ലഭിക്കുക? നമുക്കറിയാം, അത് ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നും ഏകനായ സൃഷ്ടികർത്താവിനെ സംബന്ധിച്ച അഥവാ ശരിയായ ദൈവബോധത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ആന്തരികമായ കരുത്തും ശക്തിയും ഉണ്ടാകുന്നത്. ആ ആന്തരികമായ കരുത്ത് നഷ്ടപ്പെടുമ്പോൾ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും നേരിടാൻ യുവാക്കൾക്ക് കഴിയാതെ പോകുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പണത്തിന്റെ പ്രലോഭനമാകാം, പെണ്ണിന്റെ പ്രലോഭനമാകാം, അധികാരത്തിന്റെ പ്രലോഭനമാകാം. ഒരു ബൈക്കും ഒരു മൊബൈൽ ഫോണും പോക്കറ്റ് മണിയും തന്നാൽ എന്ത് ചെയ്യാം, എന്തും ചെയ്യാൻ സന്നദ്ധമാകുന്ന തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമോ, വൃത്തികെട്ട പെൺവാണിഭങ്ങളിൽ കണ്ണു ചേർക്കണമോ, അല്ലെങ്കിൽ അധികാരക്കളികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കണമോ, ഇതിനൊക്കെ റെഡിയായി കിട്ടുന്ന രീതിയിൽ അവരധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആന്തരികമായ കരുത്ത് അവർക്കില്ല. ആന്തരികമായ കരുത്തുകൊണ്ട് പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും നേരിടാനുള്ള ബലം യഥാർത്ഥത്തിൽ നമ്മുടെ യുവസമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ ഗൗരവത്തിൽ നാം തിരിച്ചറിയണം. വിശ്വാസത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും മാത്രമേ ആന്തരിക ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ, പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കൂ എന്ന് നമ്മൾ അറിയണം. റബ്ബിനെയും പരലോകത്തെയും സംബന്ധിച്ചുള്ള വിചാരം കൊണ്ട് മാത്രമേ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയാൻ സാധ്യമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ യളന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. സാമ്പത്തിക രംഗത്ത് വെട്ടിപ്പുകളെക്കുറിച്ചും മാർക്കറ്റിൽ നടക്കുന്ന വൃത്തികേടുകളെക്കുറിച്ചും അല്ലെങ്കിൽ അസമത്വങ്ങളെക്കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഖുർആൻ ചോദിച്ചു, അലാ യളന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം. ആ മഹത്തായ ദിവസം, നിർണായകമായ ദിനത്തിൽ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്ന ബോധ്യം അവനില്ലേ? ആ ബോധ്യം കൊണ്ട് മാത്രമേ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, കോടാനുകോടി മനുഷ്യർ അല്ലാഹുവിന്റെ മുമ്പിൽ അണിചേർന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആ ദിവസം, ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധ്യം, ആ ബോധ്യത്തിലൂടെ മാത്രമേ മനുഷ്യനെ തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ധാർമ്മികമായ അടിത്തറ നഷ്ടപ്പെട്ടപ്പോൾ, ഈ ആത്മീയമായ ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ദൈവവിരോധത്തിന്റെയും മതവിരുദ്ധതയുടെയും പുരോഗമനമെന്ന് തെറ്റിദ്ധരിച്ച മാർഗങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷേധത്തിന്റെ മാർഗത്തിൽ സ്വന്തത്തെക്കുറിച്ചും സ്വന്തം സൃഷ്ടിയെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നിഷേധത്തിലേക്കും ധിക്കാരത്തിലേക്കും പോവുകയില്ല. ഖുർആൻ ചോദിച്ചല്ലോ, അവലം യറൽ ഇൻസാൻ
അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സൂറത്ത് യാസീൻ അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്ന് നിസ്സാരമായ ഒരു നുത്ഫയിൽ നിന്നാണ് അവനെ പഠിച്ചത്. ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനിതാ ഒരു പ്രത്യക്ഷനായ കുതർക്കിയായി മാറിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം. പലപ്പോഴും ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ വരാറുള്ള ഒരു കഥയുടെ ചിത്രമുണ്ട്. പണ്ട് വായിച്ച ഒരു കഥ, നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ മുമ്പുണ്ടായിരുന്ന ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഒരു കഥയുണ്ട്. ലില്ലിപുട്ടിന്റെ കഥയാണ്. ഗള്ളിവറുടെ സഞ്ചാര കഥകൾ പലർക്കും ഓർമ്മയുണ്ടാവും. ആ പാഠത്തിൽ അതിന്റെ ആ കഥയുടെ ഒരു ചിത്രീകരണം, ഗള്ളിവർ എന്ന് പറയുന്ന സഞ്ചാരി ഇങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു ദ്വീപിൽ ചെന്നണഞ്ഞ് അവിടെ ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു രാജ്യം, ഭാവനയാണ്, സാഹിത്യകാരന്റെ ലോകമാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വിരൽ വലിപ്പമുള്ള മനുഷ്യരാണ്. 6 ഇഞ്ചിലധികം പൊക്കമില്ല ആർക്കും ആ നാട്ടിൽ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മനുഷ്യർ. എന്നിട്ട് ഈ പാഠഭാഗത്തിന്റെ ചിത്രീകരണത്തിൽ ഈ ഗള്ളിവരുടെ ഒരു വലിയ പടം, എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ ഉറുമ്പുകൾ പോലെ മനുഷ്യർ, അദ്ദേഹത്തിന്റെ വിരലുകളിലൊക്കെ ഒരുപാട് മനുഷ്യർ, ഇങ്ങനെ ലില്ലിപുട്ടിലെ ഈ 6 ഇഞ്ചുകാരായ മനുഷ്യരങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന പടം. അല്ലാഹു ചോദിക്കുകയാണ്, അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. വെറുമൊരു നുത്ഫയല്ലേ നീ, വെറുമൊരു ജീവഗണം, വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളി. ഫഇദാ ഹുവ ഖസീം, അവനാണ് ഈ വലിയ വായ തുറന്നിട്ട് പിന്നെ എടുത്താൽ പൊങ്ങാത്ത പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, ഒരു നുത്ഫ നിന്ന് തർക്കിക്കുന്നു. എന്തൊരു പരിഹാസ്യമാണ് ഈ ചിത്രം. അള്ളാഹു എന്ന അസ്തിത്വത്തെ നിഷേധിക്കുന്നു, പടച്ചവന്റെ പരമാധികാരത്തെ ധിക്കരിക്കുന്നു, അള്ളാഹുവിന്റെ വഴി വേണ്ടെന്ന് വെക്കുന്നു, അത് വേണ്ടെന്ന് പറയുന്നു, ജനങ്ങളോട് പ്രബോധനം ചെയ്യുന്നു, ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു. ഫഇദാ ഹുവ ഖസീമും മുബീൻ. അങ്ങനെ നുത്ഫയിൽ നിന്ന് വന്ന ഈ മനുഷ്യൻ, നിസ്സാരമായ ഈ ജീവി അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കുകയാണ്. പ്രത്യക്ഷനായ ഒരു കുതർക്കിയായി അവൻ മാറിയിരിക്കും. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ് ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം. എന്നിട്ട് അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്. വളറബ ലനാ മസലൻ, അള്ളാഹുവിന് ഉദാഹരണം പറയുന്നു. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടി, അവന്റെ ഇന്നലകൾ, അവനെങ്ങനെ രൂപം കൊണ്ടു. വളരെ നിസാരമായ മലിനമായ ഒരു ഇന്ദ്രിയത്തുള്ളിയായി. അതിനു മുമ്പ് അവന്റെ സാന്നിധ്യം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നില്ല. ഒരു ഷൈഅൻ മദ്കൂർ, പറയാൻ പറ്റുന്ന ഒരു സാധനം, അങ്ങനെ പോലും അല്ലാതിരുന്ന ഒരു കാലം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ട് വളറബലനാ മസലൻ വനസിയ ഖൽഖഹു, അവനെ തന്നെ മറന്നുകൊണ്ട് റബ്ബിന് ഉദാഹരണം പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ ആർജവത്തോടുകൂടി വീറോടുകൂടി ചോദിക്കുകയാണ്, ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം. അല്ല, ഈ എല്ലുകളൊക്കെ നൊരുമ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ ജീവിപ്പിക്കുമോ? ആർക്കാണ് അതിന് കഴിയുക? ഖബർസ്ഥാനിൽ നിന്ന് നൊരുമ്പിച്ച ഒരു അസ്ഥിയുടെ കഷ്ണം കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പൊട്ടിച്ച് ധൂളിയായി പറത്തിയിട്ട് ചോദിക്കുകയാണ്, ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം. അള്ളാഹുവിന്റെ മറുപടി, കുൽ, പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, എല്ലാ കാലഘട്ടത്തിലുമുള്ള നിഷേധികളോട് പറഞ്ഞു കൊടുക്കുക, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആരാണ് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതെന്നറിയുമോ? യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യം അതിനെ പടച്ചവനുണ്ടല്ലോ, അവനാണ് ഇതിനെ രണ്ടാമതും. എന്ത് യുക്തിഭദ്രമായ മറുപടിയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കൊക്കെ അറിയും. ഒരാളൊരു ഇലക്ട്രോണിക് ഉപകരണം രൂപപ്പെടുത്തിയെന്ന് വെക്കുക, ഡിസൈൻ ചെയ്തു, രൂപകൽപ്പന നടത്തി. അങ്ങനെ അയാൾ രൂപപ്പെടുത്തിയെടുത്ത ആ ഉപകരണം മേശപ്പുറത്ത് നിന്ന് എങ്ങനെയോ താഴെ വീണ് തകർന്നു പോയി. രണ്ടാമത് രൂപപ്പെടുത്താൻ അതിന്റെ നിർമ്മാതാവായ, ഡിസൈനറായ, അത് കണ്ടെത്തിയവനായ, അത് യോജിപ്പിച്ചവനായ, അത് അസംബിൾ ചെയ്തവനായ ഒരു ആൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല. കാരണം ആദ്യം അയാളാണ് അത് കണ്ടുപിടിച്ചത്, അയാളാണ് അത് നിർമ്മിച്ചത്, അതിന് രൂപം കൊടുത്തത്. അയാൾക്ക് രണ്ടാമത് അതൊന്നുണ്ടാക്കിയെടുക്കാൻ, ഒരു മാതൃക കൂടി ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാവിധ സൃഷ്ടിയെക്കുറിച്ചും നന്നായിട്ട് ബോധ്യമുള്ളവനാണ് അല്ലാഹു എന്ന് അവരോട് മറുപടി പറഞ്ഞു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളെക്കാൾ എത്രയോ ഭീമാകാരമായ പർവ്വതങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ നോക്കിയാൽ ഒരു അന്തവും കിട്ടാത്ത ആകാശം ഇവിടെയുണ്ടല്ലോ, മഹാസാഗരങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ സൃഷ്ടിച്ചവനാണവൻ.
അങ്ങനെയുള്ള അള്ളാഹുവിന് നിസ്സാരമായ നിന്നെ പിന്നെയും പുനരുജ്ജീവിപ്പിച്ച് ചോദ്യം ചെയ്യാൻ വല്ല പ്രയാസവുമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ലേ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖറജ ളുഹാഹാ. ഖുർആൻ ചോദിക്കുകയാണ്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ. അല്ല, ഈ ആകാശമാണോ അതോ നിങ്ങളാണോ കൂടുതൽ സങ്കീർണമായ സൃഷ്ടി? നിങ്ങളാണോ ഈ ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടി? ആ ആകാശത്തെ കൃത്യമായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തി സംവിധാനിച്ചവന് നിങ്ങളെപ്പോലുള്ള നിസ്സാരങ്ങളായ ജീവികളെ രണ്ടാമത് സൃഷ്ടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുകയാണ്. നമ്മുടെ യുവാക്കൾ സഞ്ചരിക്കേണ്ട മാർഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ യുവാക്കൾക്ക് പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ അവരെ നന്നാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു? നമ്മൾ കുറെ ക്ലാസ് നടത്തി, കുറെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് കുറെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു, അവർക്കിടയിൽ കുറെ പ്രവർത്തനങ്ങൾ നടത്തി. നമ്മുടെ മുമ്പിൽ പലപ്പോഴും മാതാപിതാക്കളുടെ മുമ്പിൽ മാന്യരായി പെരുമാറുന്നു കുട്ടികൾ, അഭിനയിക്കുന്നു, കാപട്യം കാണിക്കുന്നു. എന്നാൽ അവരുടെ ലോകത്തെത്തുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വൃത്തികെട്ട ജീവിത രീതി അവർ പിന്തുടരുകയും ചെയ്യുന്നു. സൈബർ ക്രൈമുകൾ ചെയ്യുന്നു. ആ ലോകത്തേക്ക് പോയാൽ വൃത്തികേടുകളുടെ അനന്തമായ സാധ്യതകളുടെ ലോകമാണ്. പലപ്പോഴും ഈ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾക്ക് ഒരു ചുക്കും തിരിയാത്ത രീതിയിൽ അവർ ആ സൈബർ ലോകത്തെ ക്രൈമുകളിലൂടെ, അധർമ്മങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ കാരണം ഈ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം. നമ്മൾ ആലോചിച്ചു നോക്കൂ. പഴയ വിഷയമാണെന്ന് തോന്നാം. ഇതൊക്കെയാണോ ഇപ്പൊ പറയേണ്ടത്? തീർച്ചയായും ഇതെല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഇത്രമാത്രം സൂക്തങ്ങൾ ഈ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്. ഇതറിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം, അത് പഠിച്ചുകൊണ്ടിരിക്കണം, അത് പര്യാലോചിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മുടെ തർബീയത്തിന്റെ, നമ്മുടെ തസ്കിയത്തിന്റെ, നമ്മുടെ ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും വലിയ മാർഗമാണ്. ആ പരലോകബോധം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ദൈവവിശ്വാസമുണ്ട്, പരലോകബോധ്യമില്ല എങ്കിൽ ആ ദൈവവിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? എന്ത് മാറ്റവും പരിവർത്തനവുമാണ് അയാൾക്കുണ്ടാവുക? ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരതകൾ പലതും ചെയ്തത് മതവിഭാഗങ്ങളായിരുന്നല്ലോ, മതവിശ്വാസികളായിരുന്നല്ലോ, ഈശ്വരവിശ്വാസികളായിരുന്നല്ലോ. നമുക്കറിയാം, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൂട്ടക്കശാപ്പ് നടത്തിയ ലോക കൊലയാളിയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്. വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയും. ഇങ്ങനെയുള്ള ജോർജ് ബുഷ് പറഞ്ഞത്, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ യഹോവ എന്നോട് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്നാണ്. പത്രങ്ങളിൽ വിവാദമായതാണല്ലോ. ദൈവവിശ്വാസികളായ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പിടി ഈശ്വരന്മാർ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ മതവിശ്വാസികളും ഈശ്വരവിശ്വാസികളും തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ കുടിലതകളും ക്രൂരതകളും മർദ്ദനങ്ങളും അഴിച്ചുവിട്ടതെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അണുബോംബുകൾ വർഷിച്ച് മനുഷ്യരാശിയെ കൂട്ടക്കശാപ്പ് നടത്തിയ, ഏറ്റവും വലിയ പൈശാചികത കാണിച്ചതും യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ എന്നതിലുപരി മതവിശ്വാസികളായ അധികാരികൾ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. ഫറോവ മതവിശ്വാസിയായിരുന്നു, നമ്രൂദ് ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ പരലോകബോധ്യം എന്ന് പറയുന്ന, നാളെ പടച്ചതമ്പുരാന്റെ അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം, അങ്ങനെ എഴുന്നേൽപ്പിക്കപ്പെടുകയും റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യുമെന്ന ബോധ്യമില്ലാത്ത, ആ പരലോകം ആഖിറത്തിനെ കുറിച്ച് ബോധ്യമില്ലാത്ത ദൈവവിശ്വാസം കൊണ്ടൊരു പ്രയോജനവുമില്ല. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, അല്ല ഈ എല്ലുകളൊക്കെ പിന്നെ രണ്ടാമതും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമോ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, അത് കൂട്ടിയോജിപ്പിക്കാൻ കഴിയുകയില്ലെന്നാണോ മനുഷ്യ നീ വിചാരിച്ചിട്ടുള്ളത്? എന്നാൽ അറിയുക, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവരുടെ വിരൽ തുമ്പ് വരെ കൃത്യമായിട്ട് സംവിധാനിച്ചവന് തീർച്ചയായും രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാനും ഒരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ മറുപടി നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ആളുകൾ ഈ ആയത്തിലേക്ക് നോക്കുന്നത്. നിങ്ങളുടെ വിരൽ തുമ്പുകൾ വളരെ കൃത്യമായി സംവിധാനിച്ച അള്ളാഹു, വിശദീകരിക്കേണ്ടതില്ലല്ലോ. തമ്പ് ഇംപ്രഷനെ കുറിച്ച് അറിയാത്തവരാരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ കൈ കൊണ്ടിടുന്ന ഒപ്പിനേക്കാൾ, പേന കൊണ്ടിടുന്ന സിഗ്നേച്ചറിനേക്കാൾ എത്രയോ മൂല്യമുണ്ട്. നമ്മുടെ വിരലെങ്ങനെ മഷിയിൽ മുക്കി നമ്മുടെ വിരലിന്റെ തുമ്പ്
അതുകൊണ്ട് നമ്മൾ ഒരു മുദ്ര, ഒരു അടയാളം പതിപ്പിക്കുമ്പോൾ, അതാണ് കേസ് അന്വേഷണത്തിലൊക്കെ ഏറ്റവും വലിയ ഒരു വലിയ മാധ്യമം എന്ന് പറയുന്നത്. വിശദീകരിക്കേണ്ടതില്ല. ഈ അടുത്ത കാലത്താണ് ഈ വിരലടയാളത്തിന്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് അതിന്റെ മഹാവിസ്മയത്തെക്കുറിച്ച് ശാസ്ത്രലോകം തന്നെ അറിയുന്നത്. 700 കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർ, ജനിച്ചു മരിച്ചുപോയ ആളുകൾ, ഇനി ജനിക്കാനിരിക്കുന്നവർ, ഒരാളുടെയും വിരൽത്തുമ്പുകൾ ഒരുപോലെയല്ല. അള്ള പറയുകയാണ്, 14 നൂറ്റാണ്ട് മുമ്പ് പറയുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമഹു വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഈ എല്ലുകളൊക്കെ കൂട്ടിയോജിപ്പിച്ച് രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിയുകയില്ലെന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? നിന്റെ വിരൽ തുമ്പുകൾ പോലും ഇങ്ങനെ കൃത്യമായി, നിന്റെ വിരലിലുള്ള രേഖകളല്ല മറ്റവന്റെ വിരലിലുള്ളത്, ഇങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിന്, ഈ കൃത്യത പാലിച്ച അള്ളാഹുവിന് അത് സാധ്യമല്ലെന്നാണോ നീ വിചാരിക്കുന്നത്? തീർച്ചയായും സാധ്യമാണ്. മരണമെന്ന് നിഷേധിക്കാൻ കഴിയുമോ? ആ മരണത്തിലൂടെ പിന്നെ നിങ്ങൾ എത്തിച്ചേരുന്ന ബർസഖിനെ നിഷേധിക്കാൻ കഴിയുമോ? ബർസഖിന് ശേഷം എത്തിച്ചേരുന്ന മഹ്ശറും അനന്തമായ ആഖിറത്തും അതിനെ ബുദ്ധിയുള്ള മനുഷ്യനെ നിഷേധിക്കാൻ കഴിയുമോ? കാരണം അത് സ്വാഭാവികമായ ഒരു തുടർച്ചയല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇതൊക്കെ നമ്മുടെ യുവാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ വിശ്വാസത്തെ, അവരുടെ ആദർശത്തെ അവർക്ക് വീണ്ടെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ ആദർശത്തിന്റെ, ആത്മീയതയുടെ അടിത്തറയിൽ അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കാലഘട്ടത്തിന്റെ പ്രകോപനങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ആന്തരികമായ കരുത്ത് അവർക്കുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പലയിടത്തും പറഞ്ഞതുപോലെ സ്വാഭാവികമായ തുടർച്ചയായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചത്. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, പിന്നെ ബീജഗണത്തിൽ നിന്ന് ആ ബീജഗണത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനത്താക്കി നാം. തുമ്മ ഖലഖനൻ നുത്ഫത അലഖ, പിന്നെ ആ ബീജഗണത്തെ ഭ്രൂണമാക്കി മാറ്റി. ഫഖലഖനൽ അലഖത മുളഗ, ആ ഭ്രൂണത്തെ മാംസമാക്കി മാറ്റി. ഫഖലഖനൽ മുളഗത ഇലാമൻ, പിന്നീട് അതിനെ എല്ലുകളാക്കി മാറ്റി. ഫകസൗനൽ ഇലാമ ലഹമ, പിന്നെ ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് വ്യത്യസ്തമായ മറ്റൊരു സൃഷ്ടിയാക്കിയതിനെ മാറ്റി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇങ്ങനെ ഏറ്റവും ഉദാത്തമായ നിലയിൽ സൃഷ്ടിച്ച തമ്പുരാൻ എത്ര അനുഗ്രഹസമ്പൂർണനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് വിശദീകരിച്ചു. വേറെയും പല ഭാഗങ്ങളിലും ഖുർആനിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ശാസ്ത്രകാരന്മാർ, ബയോളജിസ്റ്റുകൾ പറഞ്ഞു ഏറ്റവും കൃത്യമാണ് വിശുദ്ധ ഖുർആന്റെ വിവരണം. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമാണ് എന്ന് നമ്മൾ സമ്മതിക്കണം എന്ന് പറഞ്ഞ ശാസ്ത്രകാരന്മാർ, ഞാൻ പരത്തി പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയും. പിന്നെ അള്ളാഹു പറഞ്ഞു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക മയ്യിതൂൻ, പിന്നെ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും. ഈ പ്രക്രിയകളിലൂടെ തുടർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങളുടെ ജനനം ബോധ്യമുണ്ട്. ആ ജനനത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം. അള്ളാഹ് പറയുന്നു, പിന്നെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് നിങ്ങളെ നാം മരിപ്പിക്കും. ഉറപ്പായും മരിപ്പിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രയോഗം. മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് മരിക്കുമെന്ന്. ഇത്രമേൽ എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം എന്തിനാണ് റബ്ബ് പിന്നെയും ഉറപ്പിച്ചു പറഞ്ഞത്? മഹാന്മാരായ ഉലമാ ചിന്തിച്ചിട്ടുണ്ട്, അവർ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹു പറഞ്ഞു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ എന്ന് പറഞ്ഞു. അപ്പോ ഉറപ്പ് പറയാൻ വേണ്ടിയുള്ള രണ്ട് അദാത്തുകൾ അവിടെ ഉപയോഗിച്ചു. ഒന്ന് ഇന്ന, തീർച്ചയായും. അതുപോലെ ലമയ്യിതൂൻ, മയ്യിത്തൂൻ എന്നല്ല പറഞ്ഞു, ലമയ്യിതൂൻ, ഉറപ്പായിട്ടും മരിപ്പിക്കുമെന്ന കാര്യം സൂചിപ്പിക്കാൻ അവിടെ തഅക്കീദിന്റെ ഒരു ലായും ഉപയോഗിച്ചു, ഒരു ഇന്നയും ഉപയോഗിച്ചു. എല്ലാവർക്കും ഉറപ്പുള്ള കാര്യം പിന്നെയും അള്ളാഹു വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉറപ്പുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിലും മനുഷ്യൻ അതിൽ നിന്ന് അകന്നുപോകുന്നു അവന്റെ ചിന്ത. കാരണം അത്രമേൽ ഭൗതിക ജീവിതത്തോട് ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതമാണ് മനുഷ്യന്റേത്. അതുകൊണ്ടത് ഉറപ്പിച്ചും ആവർത്തിച്ചും പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രമാണങ്ങളിൽ അത് ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്രയോ ജനാസ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ, എത്രയോ അപകടങ്ങൾ കാണുന്നവരാണ് നമ്മൾ, അത് വായിച്ച് ഞെട്ടിയുണർന്നവരാണ് നമ്മൾ ഇന്നുപോലും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും എന്റെ മരണം അകലത്താണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ മരിക്കുകയില്ല എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ കുറെ പ്രായം ചെന്നിട്ട് മാത്രമേ മരിക്കൂ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല അതിന്, യാതൊരു യുക്തിയുമില്ല അതിന്റെ പിന്നിൽ. പക്ഷേ ഞാൻ അങ്ങനെ അകലത്താണ് എന്ന് വിചാരിക്കുന്നു. എന്റെ തൊട്ടു മുമ്പിൽ ഒരു ആക്സിഡന്റ് നടന്നു. ആ അപകടം കണ്ട്
അതിൽ ചോരയിൽ കുളിച്ച് മയ്യിത്തായി കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ചതും ഞാനാണ്. പക്ഷേ ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു, ഞാനിതുപോലെ മരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അഥവാ എന്റെ ഉള്ളിൽ ആ ബോധമുണ്ട്, പക്ഷേ അത് സജീവമാവുകയോ എന്റെ മനസ്സിനെ, എന്റെ ജീവിതത്തെ, എന്റെ കർമ്മങ്ങളെ, എന്റെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒരു സജീവ വികാരമായി മാറുന്നില്ല. അത് കുറെ അകലെയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. നമ്മൾ ആലോചിച്ചു നോക്കും, ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എയർപോർട്ടിൽ എത്തുന്ന ഒരു സ്ത്രീ ജിദ്ദയിൽ നിന്ന് വന്നതാണ്, നാട്ടിലേക്ക് വരുന്നു. അവിടെ എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കും. എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിച്ചും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നങ്ങളുടെ ഒരു ഭവനമുണ്ടാക്കിയ ഒരാൾ എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. ഒരുപാട് നാൾ ഗൾഫിലായിരുന്നു, കുറെ പണമുണ്ടാക്കി. ആ പണമൊക്കെ വെച്ചിട്ട് നല്ല അതിമനോഹരമായ ഒരു വീടെടുത്തു അദ്ദേഹം. പക്ഷേ വീടിന്റെ ഗൃഹപ്രവേശം എല്ലാവരെയും വിളിച്ചതും അദ്ദേഹം തന്നെ. പക്ഷേ ഗൃഹപ്രവേശത്തിന്റെ ഏതാനും നാളുകൾക്ക് മുമ്പ് നനക്കാൻ വേണ്ടി കെട്ടിടത്തിന്റെ ടെറസിന്റെ മുകളിൽ കയറിയതാണ്, കാല് തന്നെ വീണു. ഗൃഹപ്രവേശത്തിന് പോകാനിരുന്ന എനിക്ക് ഫോൺ വരുന്നത്, അങ്ങനെ മാമ മുകളിൽ നിന്ന് താഴത്ത് വീണു, ഇപ്പോ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് എറണാകുളത്തിനടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. 1-2 ആഴ്ചയോളം അവിടെ ചികിത്സ. മരിച്ചുപോയി, ബോധം തെളിഞ്ഞു കിട്ടിയില്ല. പിന്നീട് ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നഭവനമായിരുന്നു. ഗൃഹപ്രവേശത്തിന്റെ സന്ദർഭത്തിൽ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ മയ്യിത്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവനോടെയുള്ള ശരീരമായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ഒരുപാട് അത്തരം സംഗതികളിൽ നമ്മൾ ഏർപ്പെട്ടു പോകുന്നതും. മഹാനായ ഹൂദ് അലൈഹിസ്സലാം ചോദിച്ചല്ലോ, നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ആ മലയടിവാരങ്ങളിൽ പാറ തുരന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ, കോളങ്ങൾ വാർത്ത് അതിന്റെ മുകളിൽ ആദ്യമായി കെട്ടിടങ്ങൾ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ സമൂഹം ആദ് ജനത. അവരോട് ആ പ്രവാചകൻ ചോദിക്കുന്നു, അതബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ. അല്ല, എന്തേ നിങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സ്ഥിരമായി താമസിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്? അതബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ. ചിരഞ്ജീവികളായി എന്നുമെന്നും ഇവിടെ ജീവിക്കാൻ കഴിയുന്നവരാണ് എന്ന് തോന്നുമല്ലോ നിങ്ങളുടെ ഈ പണി കണ്ടാൽ എന്ന് മഹാനായ പ്രവാചകൻ ചോദിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് മരണം വളരെ വളരെ അടുത്താണ്, അതിന് പ്രായഭേദമൊന്നുമില്ല. അത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ കവി പാടിയല്ലോ. യുവാക്കൾ അങ്ങനെ ഉറങ്ങുകയാണ്, ചിന്തിക്കുന്നില്ല അവർ. തൊട്ടടുത്ത കടയിൽ അവന്റെ കഫൻ തുണി എത്തിയിട്ടുണ്ട്, അതങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ മനുഷ്യൻ പോവുകയാണല്ലോ. വകമ്മിൻ ഫതൻ, കവി ചോദിക്കുകയാണ്, എത്രയോ യുവാക്കളാണ് നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാകുന്നു, കഴിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഓടുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, മരണത്തെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. ഇന്നോളമുള്ള മനുഷ്യന്റെ എല്ലാ വൈഭവവും, അവന്റെ എല്ലാ ധൈഷണിക മേന്മയും, അവന്റെ എല്ലാ ശാസ്ത്രീയ പുരോഗതിയും, അവന്റെ എല്ലാ സാങ്കേതിക വികാസവും ആ വെല്ലുവിളിയുടെ മുമ്പിൽ അസ്തമിച്ചു നിൽക്കുകയാണ്. അള്ളാഹു ചോദിച്ചു, ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ. അല്ലാഹു ചോദിക്കുന്നു സൂറത്തുൽ വാഖിയയിൽ, ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭത്തിൽ ആ തൊണ്ടക്കുഴിയിലെത്തുന്ന ജീവനെ പിടിച്ചു നിർത്താൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നോക്കിയിരിക്കുകയാണല്ലോ നിങ്ങൾ. മരിച്ചുപോകുന്ന സഹോദരന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ എല്ലാ വിദ്യകളുമുണ്ട് എന്ന അഹങ്കാരമുണ്ട്, മെഡിക്കൽ സയൻസിന്റെ എല്ലാ മേന്മകളുമുണ്ട്. എന്തേ നിങ്ങൾക്ക് സാധിക്കാത്തത്? വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാളൊക്കെ അവനോട് അടുത്ത് നിൽക്കുന്നത് നാമാണ്, കണ്ടറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, പടച്ചവന്റെ നിയമങ്ങൾക്ക് വിധേയരല്ല നിങ്ങൾ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങളുടെ വാദത്തിൽ സത്യസന്ധരാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്നില്ല? പോയിപ്പോകുന്ന ജീവനെ തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? സാധ്യമാവുകയില്ല. അത് അല്ലാഹുവിന്റെ പിടുത്തത്തിലുള്ള കാര്യമാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ആര് എപ്പോൾ എവിടെ എങ്ങനെ മരിക്കുമെന്ന് ഒരു മനുഷ്യനും നിശ്ചയമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഈ മരണം എത്രയും വേഗം നിങ്ങളെ പിടികൂടാം. അങ്ങനെ മരണം വന്നാൽ പിന്നെ നിങ്ങൾ ബർസഖിലേക്ക് പോവുകയാണ്. ആ ബർസഖിൽ നിങ്ങളുടെ ജീവിതം അവസാനം അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ആ മരിക്കുന്ന മാനസികാവസ്ഥ എന്തായിരുന്നോ
ആ മാനസികാവസ്ഥയിൽ ഒരുപക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ മഹ്ശറിലേക്ക് നിങ്ങൾ അടുക്കുന്നു. അപ്പോൾ മനുഷ്യൻ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ധൃതിയിൽ അള്ളാഹുവിലേക്ക് പോവുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ മരിച്ചുപോയ മാനസികാവസ്ഥയിൽ മനുഷ്യൻ ആ ബേജാറോടുകൂടി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ ഉറങ്ങിയെന്ന മട്ടിൽ മനുഷ്യൻ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഒരു ദിവസം ഉറങ്ങിയതുപോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു അല്പകാലം ഉറങ്ങിയതുപോലെ തോന്നുകയാണ്. അവൻ നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം ഖബറിലായിരുന്നു. അവൻ ആ ബോധമില്ല. ആ ഒരു മരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ ചെയ്തത് തുടരാൻ ശ്രമിക്കുന്നത് പോലെ ബേജാറ് കാണിച്ച് അല്ലാഹുവിലേക്ക് ചെല്ലുകയാണ്. ആക്സിഡന്റ് സംഭവിച്ച ഒരു മനുഷ്യനെ പോലെ, കാർ ആക്സിഡന്റ് സംഭവിച്ചു, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപകടമുണ്ടായത്. ബോധരഹിതനായി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബോധരഹിതനായി കിടക്കുകയാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തിരിച്ചു വന്നത്. ബോധം തിരിച്ചു വന്ന മനുഷ്യൻ അയാൾ ചെയ്തുകൊണ്ടിരുന്ന പണി തുടരാനായിരിക്കും ശ്രമിക്കുക. അയാളങ്ങനെ ബോധം കെട്ട് 2 ദിവസം കിടന്നു എന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ബോധമുണ്ടാവുകയില്ല. ഇതുപോലെ പരലോകത്തേക്ക് എഴുന്നേൽപ്പിക്കപ്പെടുകയാണ് മനുഷ്യൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്ന് ആ ദിവസത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു. പിന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം, വിചാരണ. വഇദ സുഹുഫ് നുശിറത് വഇദ സമാഉ കുശിതത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസ്ലിഫത് അലിമത് നഫ്സും മാ ഹദറത്. ഖുർആൻ പറയുകയാണ്, പരലോകത്തെ സംബന്ധിച്ചുള്ള ഈ വിവരണങ്ങൾ നമ്മുടെ നിരന്തരമായ വായനയും പാരായണവും അർഹിക്കുന്ന ഭാഗങ്ങളാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. ഇത് നമ്മുടെ ജീവിത സംസ്കരണത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ്. അല്ലാഹ് പറയുകയാണ്, വഇദ സുഹുഫ് നുശിറത്, ജീവിത പുസ്തകങ്ങൾ നിവർത്തപ്പെടുകയാണ്. ഇന്ന് രാവിലെ നിന്റെ വരാന്തയിലേക്ക് അങ്ങനെ പത്രക്കാരൻ പയ്യൻ ചുരുട്ടിയെറിയുന്ന പത്രം അതെടുത്ത് നീ നിവർത്തുന്നുണ്ടല്ലോ, അതുപോലെ നിന്റെ തന്നെ ജീവിത പുസ്തകം നിവർത്തപ്പെടുന്ന ഒരു ദിനം. വഇദ സുഹുഫ് നുശിറത് വഇദ സമാഉ കുശിതത്, അതുവരെ അദൃശ്യമായിരുന്നത് ദൃശ്യമാവുകയാണ്. പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും, ആകാശത്തിന്റെ ആവരണം നീക്കപ്പെടുന്നു, മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു. നരകം മാളി കത്തിക്കപ്പെടുകയാണ്, സ്വർഗം സമീപസ്ഥമായി കൊണ്ടുവന്ന് വെക്കുകയാണ്. അലിമത്ത് നഫ്സും മാ ഹദറത്, എന്തുമായിട്ടാണ് ചെന്നിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും അന്നാണ് തിരിച്ചറിയുക. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഞാനടക്കം ഓടിവിടുകയാണ്. ഇതെന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല, എന്റെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നില്ല, എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നില്ല, എന്റെ ചുവടുവെപ്പുകളെ സ്വാധീനിക്കുന്നില്ല. അല്ലാഹ് പറയുകയാണ് ഏറ്റവും വലിയ ഭീഷണിയുടെ സ്വരത്തിൽ, ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആയത്തൊക്കെ ഓതിയിട്ട് സഹാബത്തും താബീയങ്ങളും പലപ്പോഴും ബോധരഹിതരായി വീണുപോയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുകയാണ്. അദ്ദേഹം ഈ വിശുദ്ധമായ സൂക്തം പാരായണം ചെയ്യുന്നു. ഫഅൻദർതുകും നാറൻ തലല്ലാ എന്നോതിയതോടുകൂടി ബോധം കെട്ട് വീഴുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ ഓത്ത് കേൾക്കുന്നില്ല, നിസ്കാരം തുടങ്ങിയ മനുഷ്യന്റെ തിലാവത്ത് കേൾക്കുന്നില്ല. ഭാര്യ ഓടി വന്നു, ഫാത്തിമ ഓടി വന്നു. നോക്കുമ്പോൾ ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന് പിറുപിറുത്തുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുളുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിന്റെ ഇത്തരം പ്രയോഗങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ ആത്മീയതയിൽ, ഈ ധാർമ്മികതയിൽ, ഈ പരലോക ബോധ്യത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകിച്ചും യുവസമൂഹം സന്നദ്ധമാകേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമേ പ്രലോഭനങ്ങളിൽ നിന്നും പ്രകോപനങ്ങളിൽ നിന്നും, അത് പെണ്ണിന്റെ പ്രലോഭനമായാലും പണത്തിന്റെ പ്രലോഭനമായാലും അധികാരത്തിന്റെ പ്രലോഭനമായാലും അതിൽ നിന്ന് മുക്തരായി നിൽക്കുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധ്യമാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഖുലഫാഉർ റാഷിദൂന്റെ ഭരണം ഇത്ര അഴിമതിമുക്തമായി തീർന്നത്, ഇത്ര സുതാര്യമായി തീർന്നത്, ഇത്ര സൂക്ഷ്മതാ നിർഭരമായി തീർന്നത്, ലോകം കണ്ട ഏറ്റവും നല്ല ജനകീയ ഭരണമായി മാറിയത്? എന്തുകൊണ്ടാണ് അധികാരത്തിന്റെ ചക്കരക്കുടം മുമ്പിൽ വന്നിട്ടും അവരാരും ഒന്ന് കൈയിട്ട് വാരി നക്കി നോക്കാതിരുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരൊറ്റ മറുപടി വബില്ലാഹിറത്തി ഹും യുഖിനൂൻ എന്നതായിരുന്നു. നാളെ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു അവർക്ക്. ആ ബോധ്യത്തിന്റെ സംസ്കരണം സംഭവിച്ചതിന് ശേഷമാണ് അവരധികാരത്തിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അധികാരം ഏറ്റവും വലിയ മുൾക്കിരീടമായി മാറുകയായിരുന്നു അവർക്ക്. പ്രിയമുള്ളവരെ, ഈ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധ്യം,
ആ ബോധ്യത്തിന്റെ അടിത്തറയിൽ ഒരാത്മീയമായ വ്യക്തിത്വം. അതുകൊണ്ട് മാത്രമേ യുവസമൂഹത്തിന് കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളെയും തിന്മകളെയും അതിജീവിക്കാൻ സാധ്യമാകൂ. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ, ശരിയായ ട്രാക്കിലൂടെ നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.